ഇത് നിങ്ങൾക്ക് കുറവായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പൊ എന്തായാലും കുറെ പേര് വണ്ടി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എടുത്ത ആളുടെ ഒന്ന് കേൾക്കുമ്പോൾ അത് ബെസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഒരു നോയ്സ് ഉണ്ട്, ഫ്യൂൽ പമ്പിന്റെ നോയ്സ് ഉണ്ട്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ കൂടെ ഇന്ന് സ്കാംബ്ലറിന്റെ 400X ഹിമാലയൻ 450 ഉണ്ട്. ഈ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഞാൻ ഫസ്റ്റ് നമ്മുടെ ഗോവയിൽ വെച്ച് ഓടിച്ചപ്പോൾ നമുക്ക് വണ്ടി ഒരു ദിവസത്തേക്ക് ഓടിക്കാൻ കിട്ടിയിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് മനു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. മനുവിന് ഞാൻ ഈ വണ്ടി ഓടിക്കാൻ അതിൻ്റെ ഇടയിൽ ബീച്ചിൽ വെച്ച് ഓടിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഒന്ന് ഫസ്റ്റ് കാണിച്ചു തരാം, നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് പോവാം. എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? CBR കൊടുക്കണ്ടോ? CBR കൊടുക്കണേ. ഹാൻഡ്ലിങ് അടിപൊളി. വേറെന്താ ഇഷ്ടപ്പെടാ നിനക്ക്? നിനക്ക് കാലത്തുണ്ടോ? കറക്റ്റ് കാലത്തുണ്ടോ? ഭയങ്കര ഈസി ആയിട്ട് തോന്നി. നിന്റെ ഹൈറ്റ് എത്രയാ? ഞാൻ 5.7. 5.7 കറക്റ്റ് ആണോ? ഫ്ലാൻഡഡ് ഫുട്ടാണ്, കുഴപ്പമില്ല. ആണല്ലേ, സെറ്റ് ആണോ? ഭയങ്കര നിമ്പിളാണ്. അതാണ്. വെയിറ്റ് തോന്നുന്നുണ്ടോ? വെയിറ്റ് ഒട്ടും തോന്നുന്നില്ല. ഒട്ടും തോന്നുന്നില്ല. ചരിച്ചു നോക്കിയൊന്ന്. ബാലൻസിങ് ഓക്കെയാണ്. സ്റ്റാൻഡപ്പ് പോസ്റ്ററും ഓക്കെയാണ്. ഞാൻ എന്തായാലും ഒരെണ്ണം ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചു. സോ അന്ന് മനുവിന് ഫസ്റ്റ് ആ വണ്ടി ഓടിക്കാൻ കൊടുത്തപ്പോൾ അന്ന് അവൻ ഗോവയിൽ വന്നത് നമ്മുടെ CBR-ലായിരുന്നു. CBR 250 വെച്ചിട്ടായിരുന്നു വന്നത്. അന്ന് ഹിമാലയൻ എടുക്കാനുള്ള ഒരു പ്ലാനോ അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടല്ലോ. യാദൃശ്ചികമായിട്ട് അവിടെ വെച്ച് വണ്ടി ഓടിക്കാൻ നോക്കിയായിരുന്നു. പക്ഷെ അതിന് മുമ്പ് മനു നമ്മുടെ 400X ഒരു ടൈം അവിടെ പോയി നോക്കി. അവർക്ക് ടെസ്റ്റ് ഡ്രൈവ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് പുള്ളി ആ ചോയ്സ് ഇങ്ങനെ സ്റ്റാൻഡ് ബൈ ആയിരുന്നു. പക്ഷെ ഹിമാലയൻ്റെ ഫസ്റ്റ് എന്താ പറയുക, റൈഡിൽ തന്നെ പുള്ളി അത് കൺഫേം ചെയ്ത് നാട്ടിൽ വന്ന് വണ്ടി ബുക്ക് ചെയ്ത് ഫസ്റ്റ് ഡെലിവറി, കേരളത്തിലെ ഫസ്റ്റ് ഡെലിവറി അവനെടുത്തത് അർബൻ ലോക്കോമോട്ടീവ് ഷോറൂമിൽ. സോ ഏറ്റവും ബെസ്റ്റ് ഇതിൻ്റെ ഒരു കമ്പാരിസൺ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആ വീഡിയോയിൽ പറഞ്ഞേക്കാൻ കൂടുതൽ ആ വണ്ടി എടുത്ത ഒരാളിൽ നിന്ന് കേൾക്കുമ്പോഴായിരിക്കും നമുക്ക് ബെറ്റർ. അപ്പോൾ മനു എന്തുകൊണ്ട് ഈ വണ്ടി എടുത്തു നമുക്ക് മനുവിൻ്റെ തന്നെ ചോദിക്കാം. പാടാ. ഹായ്, യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ മനു. ഇവനാണ് നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് ഹിമാലയൻ്റെ ഓണർ. അപ്പോൾ എങ്ങനെയാണ് അന്ന് വണ്ടി ഓടിച്ചിട്ടാണ് നീ ഡിസൈഡ് ചെയ്തത്? അന്ന് ചിന്ത ഉണ്ടായിരുന്നില്ല ഇതിൽ എടുക്കണമെന്ന്. അന്ന് ബീച്ചിൽ ഓടിച്ചു. അന്ന് ചുമ്മാ ഓടിച്ചു. ആ ഫസ്റ്റ് ഓടിക്കൽ തന്നെ ഇംപ്രഷൻ ടോപ്പ് ക്ലാസ് ആയിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഭയങ്കരമായിട്ട്? വണ്ടിയുടെ ആക്സിലറേഷൻ ആൻഡ് ഹാൻഡ്ലിങ്. അത് CBR-ന്ന് വന്നിട്ട് തന്നെ എനിക്ക് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. അതില് തന്നെ റോയൽ എൻഫീൽഡിന് ഇത്ര ക്വാളിറ്റി സത്യം പറഞ്ഞ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അല്ല, നമ്മൾ ഇതിനു മുന്നുള്ള റോയൽ എൻഫീൽഡ് CBR അല്ലേ, അതിന്റെ ഒരു ക്വാളിറ്റി ലെവലിൽ വരുന്നുണ്ടോ? CBR-ന്റെ വൈബ്രേഷൻസ് ഉണ്ട് കുറച്ച്, എന്നാലും ബെറ്റർ ആണ് CBR. അത് നോക്കട്ടെ, അത് വിടാം. ഫസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റോയൽ എൻഫീൽഡിന്റെ ഫസ്റ്റ് മോട്ടോർ സൈക്കിൾ തന്നെ എടുക്കാനുള്ള ഒരു ധൈര്യം. കാരണം കുറെ ആൾക്കാർ പറയുന്ന വെച്ചാൽ ഫസ്റ്റ് ബാച്ച് എടുക്കാൻ പാടില്ല, എല്ലാവരും ഓടിച്ചു നോക്കിയിട്ട് എടുക്കാം. അപ്പൊ ആ ധൈര്യം എന്താ? ഒപ്പീനിയൻസ് വന്നിരുന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ കട്ടക്ക് സപ്പോർട്ട് ആയിരുന്നു. പിന്നെ എനിക്ക് ഓടിച്ചിട്ട് പേഴ്സണലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഒന്നും നോക്കിയില്ല. ഇപ്പൊ എടുത്തിട്ട് ഇപ്പൊ 2 ദിവസമായില്ലേ? എത്ര കിലോമീറ്റർ ഓടിച്ചു? ഒരു 250 കിലോമീറ്റർ ഓടിച്ചു. ഡെഫിനറ്റ്ലി പുതിയ മോട്ടോർ സൈക്കിൾ ആണ്, ചെറിയ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പൊ എന്തൊക്കെ ശരിക്കും ഇഷ്യൂ കിട്ടി? ഹെഡ്ലൈറ്റ് നൈറ്റ് ഓടിക്കാൻ ഇത്തിരി ഷോക്ക്. എന്തായാലും എക്സ്ട്രാ ആക്സറി ആയിട്ട് ലൈറ്റ് ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ എന്താ തോന്നിയത്? പിന്നെ തോന്നിയത് എടുക്കണ്ടാന്ന് തോന്നി എപ്പോഴെങ്കിലും? ഇല്ല, എടുക്കണ്ടാന്ന് തോന്നില്ല. നമ്മളെ കേരളത്തിൽ റോട്ടിൽ ഓടിക്കാൻ തന്നെയാ ബെസ്റ്റ്. അല്ല, CBR-ന്ന് മാറുമ്പോൾ അതൊരു ഒന്നും. ഞാൻ CBR-ന്ന് മാറിയതാ പണ്ട്. അപ്പൊ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നിനക്ക് എങ്ങനെയുണ്ട്? കർവില് കുറച്ചും കൂടി CBR ഓടിച്ചിട്ട് കുറച്ചും കൂടി ടേൺ ആക്കാനുള്ള ടെൻഡൻസി വരുന്നത്. അത് എന്തായാലും സമയം എടുക്കും. എനിക്ക് സസ്പെൻഷനൊക്കെ CBR-നെക്കാളും ഭയങ്കര ബെറ്റർ. CBR നമ്മുടെ ഇവിടുത്തെ റോഡിൽ ഓടിക്കുമ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ വണ്ടി നീ ഇപ്പൊ ഓടിച്ചല്ലോ, ഇതിനകത്ത് നിനക്ക് എന്താ സ്പെഷ്യൽ ആയിട്ട് തോന്നിയ? ഇത് എടുക്കാൻ തോന്നിയത് നിനക്ക്? ഇത് ഓടിച്ചിട്ട് ഇല്ല, ഇത് ഓടിച്ചിട്ട് എടുക്കാൻ തോന്നില്ല. കാരണം ഇതിനേക്കാളും സസ്പെൻഷൻ മോശമില്ലാത്ത വണ്ടിയല്ലേ? ഇതിന് ഞാൻ മോശം പറയില്ല. ഇത് ഗിയർ കുറച്ചും കൂടി ഷോർട്ട് ഗിയർ റേഷ്യോ ആണ്. അപ്പൊ പിന്നെ സസ്പെൻഷൻ എനിക്ക് ഇതിന് ബെറ്റർ ആയ പൊസിഷനും. പിന്നെ എന്റെ മെയിൻ കൺസെപ്റ്റ് ടൂറിംഗ് ആണ്. അപ്പൊ അതിന് എനിക്ക് ലോഡ് എന്തായാലും ലഗേജ് എല്ലാം ഉണ്ടാവും. പിന്നെ പില്ലിയനും കുറച്ചും കൂടി കംഫർട്ടബിൾ ഇതായിരിക്കും. പിന്നെ എനിക്ക് അതിലേക്ക് ഇനിയിപ്പോ മൈൻഡ് ഔട്ട് തന്നെയാണ്. ഞാൻ ഓക്കെയാണ് ഇതില്. ഇനിയിപ്പോ ഈ സാധനം എന്തായാലും നീ എടുത്തു, ഇപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടാണ് എടുത്തത്. ഇതിനകത്ത് നിനക്ക് കുറവായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പൊ എന്തായാലും കുറെ പേര് വണ്ടി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എടുത്ത ആളുടെ ഒന്ന് കേൾക്കുമ്പോൾ അത് ബെസ്റ്റ് ആയിരിക്കും. ഇപ്പൊ എന്തായാലും കുറച്ച് കിലോമീറ്റർ ഓടിച്ചുള്ളൂ. അപ്പൊ അതിനകത്ത് നിനക്ക് എന്തായാലും ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാവും. അത് എന്തെങ്കിലും വന്നത് പറഞ്ഞു കഴിഞ്ഞാല് വലിയ കാര്യമായിട്ട് ഇപ്പൊ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ. വണ്ടിക്ക് ഒരു നോയ്സ് ഉണ്ട്, ഫ്യൂൽ പമ്പിന്റെ നോയ്സ് ഉണ്ട്. വണ്ടി ഓൺ മേടിച്ചു ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നല്ലോ ഫ്യൂൽ പമ്പിന്റെ നോയ്സ്. ഞാൻ കഴിഞ്ഞപ്പോ ഫ്യൂൽ പമ്പിൽ നിന്ന് ഒരു വോയിസ് ഉണ്ട്. അതിപ്പോ ഫസ്റ്റ് സർവീസിൽ പറയണം. എന്താ അവരുടെ അടുത്ത് പറഞ്ഞത്?
ഫസ്റ്റ് സർവീസ് എത്തുമ്പോ പറയാന്ന് വെച്ചു. പിന്നെ ഫ്യൂൽ വേറെന്തോ പിന്നെ ഇതിലത്തെ ഇന്റഗ്രേറ്റഡ് മാപ്പ് കണക്ട് ആവുന്നില്ല കണക്ട് ആവുന്നില്ല ഫോണിലേക്ക്. ആൻഡ്രോയിഡ് ഞാൻ ചെക്ക് ചെയ്തു, iOS ചെക്ക് ചെയ്തു, രണ്ടിലും ഫെയിൽ ടു കണക്ട് ആ കാണിക്കുന്നത്. ഓക്കെ. പിന്നെ ഇത് സർവീസ് കഴിയാത്ത കാരണം ഹീറ്റിംഗ് കുറച്ച് കൂടുതലായിട്ട് തോന്നി. ഇപ്പോ ഓയിൽ ഭയങ്കരമായിട്ട് കാലിലേക്ക് ഹീറ്റ് കിട്ടുന്നുണ്ടോ? നമ്മള് ഒരു തേർഡ് ഗിയർ ട്രാഫിക്കിൽ വരുമ്പോ നല്ല ഹീറ്റ് ആവുന്നുണ്ട്. എന്തായാലും ട്രൗസർ ഇട്ട് ഓടിക്കല് നടക്കില്ല. പിന്നെ ടയറിന്റെയും സസ്പെൻഷന്റെയും കാര്യത്തിൽ ഓക്കെയാണ്. സിയറ്റിന്റെ ടയർ ആയാലും നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊരു ഡേ ലൈറ്റില് സൺലൈറ്റിൽ വരുമ്പോ ഇൻഡിക്കേറ്റർ വിസിബിൾ ആയിട്ട് ബ്രേക്ക് ലൈറ്റും വന്നത് ലൈറ്റ് നീ എന്തായാലും പറഞ്ഞു ഫോഗ് ലൈറ്റ് വെക്കേണ്ടി വരും. എന്തായാലും ഇതാണ്. ബാക്കി ഓക്കെയാണ്. എന്തായാലും അത്ര വലിയ മറ്റേ പഴയ ഹിമാലയന്റെ പോലെ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല. ചെറിയ നോക്കുമ്പോ അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. വേറൊരു ലീഗാണ്. ഇത് ഫുൾ ഇമ്പ്രൂവ്മെന്റ് ആയി. അതിന് ഒന്നും ഇതിലേക്ക് കാണാനില്ല. അടിപൊളി. സ്റ്റാൻഡിങ് പോസ്റ്ററൊക്കെ പക്ക കംഫർട്ടബിൾ ആണ്. പില്ലിന് വെച്ച് ഓടിച്ചു നോക്കി. നമ്മുടെ സീറ്റിനേക്കാളും റൈഡിംഗ് സീറ്റിനേക്കാളും കംഫർട്ടബിൾ ആണ് പില്ലിയൻ. ഓക്കെ. അത് ഞാനൊരു നല്ല അടിപൊളിയാണ്. വീട്ടില് അച്ഛനും അമ്മേനെയും ഇരുത്തി റൗണ്ട് അടിച്ചു പോകുന്നു. അവര് ഭയങ്കര CBR-ൽ ഇരുന്നിട്ട് ഇതിലിരുന്നപ്പോ ഭയങ്കര കംഫർട്ടബിൾ. അവര് പക്ക ഹാപ്പി. സോ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ മനുവിന്റെ എന്നുള്ള വിശേഷം. വളരെ കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഇനി എന്തൊക്കെ ഇഷ്യൂസ് വരുമോ വരില്ല എന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അവൻ ഏകദേശം ഒരു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് കുറച്ച് കിലോമീറ്റർ ഒക്കെ ഓടിച്ചതിന് ശേഷം നമുക്ക് അവൻ്റെ തന്നെ ഒരു വീഡിയോ ഇടാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.